തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പത്രസമ്മേളനം അല്പം മുമ്പായിരുന്നു. ഇതിൻ്റെ പിന്നാലെ നമുക്ക് നമ്മുടെ തദ്ദേശ തന്ത്രം എന്ന പേരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന പ്രമുഖരായ രാഷ്ട്രീയ പ്രവർത്തകരുടെയും നേതാക്കളുടെയും മീറ്റ് ദ പ്രസ് പരിപാടികളുടെ ആരംഭമാണ് ഇന്ന് നടക്കുന്നത്. കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയും കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ ആദ്യ ദിവസം തന്നെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രമുഖ കോൺഗ്രസ് നേതാവ് ശ്രീ കെ മുരളീധരൻ, മുൻ KPCC പ്രസിഡൻ്റാണ്. ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹമാണ്, നമുക്കെല്ലാം അറിയാം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ കാലേകൂട്ടി തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒരു യാത്രയുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വ്യത്യസ്തമായ ഒരു വഴിത്താരയിലൂടെ കോൺഗ്രസ് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമാണിത്. ഈ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലാണെന്ന് നമ്മളെല്ലാവരും പത്രപ്രവർത്തകർ വിശേഷിപ്പിക്കാറുണ്ട്. ഫൈനലായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ് കാണുന്നത്. സെമി ഫൈനലിൽ തന്നെ അദ്ദേഹം രംഗത്തിറങ്ങിയെങ്കിൽ അദ്ദേഹം ഫൈനലിൽ എന്തൊക്കെയാണ് അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തെ ഇന്നത്തെ അതിഥിയായി കിട്ടിയതിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റിൻ്റെ പേരിലും അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ആദരപൂർവ്വം ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. അദ്ദേഹത്തിനുള്ള ഒരു എളിയ സമ്മാനം. അദ്ദേഹത്തിൻ്റെ ആമുഖമായ ഒരു പ്രഭാഷണത്തോടു കൂടി തുടങ്ങാം. അത് കഴിഞ്ഞ് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. എത്രയും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പ് ഇന്നത്തെ ഒരു പ്രത്യേകത, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡിസംബർ 9, 11 തീയതികളിലായി ആണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഡിസംബർ 9 തീയതി, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ഡിസംബർ 11 തീയതി, റിസൾട്ട് ഡിസംബർ 13 തീയതിയാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പുകളാണ് കേരളം നേരിടാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി 95 മുതൽക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം പരിശോധിച്ചാൽ ലോക്കൽ ബോഡിയിൽ വരുന്ന റിസൾട്ട് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ മുൻകാലങ്ങളിലെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ തിരുവനന്തപുരത്ത് മാത്രമല്ല പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനവും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് സ്ഥാനാർത്ഥികളെ പലയിടത്തും പ്രഖ്യാപിച്ചു. പ്രഖ്യാപിക്കാത്തിടങ്ങളിൽ അതിൻ്റെ ചർച്ചകളും മറ്റും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും ഒരാവേശക്കുറവുണ്ടായിരുന്നത് ഡേറ്റ് പ്രഖ്യാപിക്കാത്ത. അപ്പോൾ ഞങ്ങളൊക്കെ ഈ പ്രചാരണമായിട്ട് ഞാൻ ആരംഭിക്കുമ്പോൾ പല ആൾക്കാരും ചോദിച്ചു, ഡേറ്റൊന്നും പ്രഖ്യാപിച്ചില്ലല്ലോ, ഇപ്പം തന്നെ ഒരു ഹൈ പിച്ചിലേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കുകയുണ്ടായി. പക്ഷെ ഇന്നത്തോടുകൂടെ ആ ഒരു കുറവും മാറി, ഡേറ്റ് വ്യക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഈ വോട്ടർ പട്ടികയുടെ പൂർണ്ണ രൂപം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഞങ്ങൾ ഈ വോട്ടർ പട്ടികയുടെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ മുമ്പ് തന്നെ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു പ്രത്യേക നമ്പർ സ്റ്റേറ്റിന് മാത്രമായിട്ട് നമ്പർ നൽകുകയും ആ നമ്പർ കാരണം
മറ്റ് പല വാർഡുകളിലും ചേർത്തിട്ടുള്ള വോട്ടർമാരെ ഒരേ അഡ്രസ്സാണെങ്കിലും വ്യത്യസ്ത നമ്പറുകൾ നൽകിയതിൻ്റെ അനൗചിത്യം ഞാൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഉന്നയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നിങ്ങളെ കണ്ടതാണ്. ഒരു പേരുകാരൻ 3 വോട്ടുണ്ടെങ്കിൽ ID പ്രൂഫാണെങ്കിൽ ഒറ്റ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ കഴിയും. ഇത് 3 നമ്പറാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നൽകിയത്. മാത്രമല്ല, ഈ സാധാരണ രീതിയിൽ പ്രഖ്യാപനത്തിന് മുമ്പ് ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇതിനിടയ്ക്കും 2 ദിവസം വോട്ട് ചേർത്തു. അപ്പോൾ പൂർണ്ണമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം നിഷ്പക്ഷമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പൂർണ്ണമായിട്ടും നിഷ്പക്ഷമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ഞങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടില്ല. വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഈ ഇലക്ഷനെ ലോക്കൽ ബോഡി ഇലക്ഷൻ ആയതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവരുടെ അതിനെക്കുറിച്ചിട്ടുള്ള വിമർശനങ്ങളോടൊപ്പം പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യം എടുക്കുമ്പോൾ അഖിലേന്ത്യാ രാഷ്ട്രീയം പറയും, സംസ്ഥാന രാഷ്ട്രീയം പറയും. പക്ഷെ കൂടുതൽ ഊന്നൽ നൽകുക ഈ നഗരസഭയുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ UDF ഭരിക്കുന്ന സ്ഥാപനങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായ നേട്ടങ്ങളും മറ്റു കോട്ടങ്ങളും, സ്വാഭാവികമായിട്ട് LDF ഭരിക്കുന്ന സ്ഥലത്തെ കോട്ടങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ആ രീതിയിലുള്ള ഒരു പ്രചരണത്തിനാണ് ഫോക്കസ് നൽകിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് തികച്ചും അനുകൂലമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ സർക്കാരിൻ്റെ പല നടപടികളും വളരെയധികം വിമർശന വിധേയമായിട്ടുണ്ട്. അവസാനമായി നമ്മുടെ നഗരത്തിൽ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു രോഗിയുടെ മരണവും ഇന്നലെ അവിടെ പ്രസവത്തിന് പോയ SIT ഹോസ്പിറ്റലുണ്ടായ സംഭവങ്ങളൊക്കെ അവസാനത്തെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഓരോ രംഗത്തെയും പരാജയങ്ങൾ, അതോടൊപ്പം തന്നെ ലോക്കൽ ബോഡിയുടെ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ തവണ UDF മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ അഭിമുഖീകരിക്കുമ്പോൾ 2015-ലും 2020-ലും ഉണ്ടായ തിരിച്ചടികൾ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തവണ നേരത്തെ തന്നെ ഞങ്ങൾ തയ്യാറെടുപ്പുമായിട്ട് രംഗത്ത് വന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പല ആളുകളും പറയുകയുണ്ടായി, നിങ്ങൾ ഇത്തവണ ഇലക്ഷൻ വളരെ ഗൗരവത്തിലാണ് കാണുന്നതെന്ന് മനസ്സിലായി, 2 തവണയും നിങ്ങൾക്ക് അത്ര ഗൗരവം കാണിച്ചില്ല എന്നൊക്കെ ചില വിമർശനങ്ങളുണ്ടായി. അപ്പം അതുകൊണ്ട് ഇത്തവണ തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലെ പല സ്ഥലത്തും ഇതിനകം സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കാനും സ്ഥാനാർത്ഥി നിർണയമായിട്ട് മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബർ 9, 11 തീയതികളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല റിസൾട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഒരു കാര്യവും ഒരു നെഗറ്റീവ് അപ്രോച്ചിൽ കാണുന്നില്ല. പക്ഷേ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ 2 ചോദ്യമാണല്ലോ. ഒന്ന്, ഇത്രയും കാലം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഡിമാൻഡുകൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പ്രഖ്യാപിക്കുന്നത് എലക്ഷൻ സ്റ്റണ്ടാണോ എന്ന് സ്വാഭാവികമായിട്ടും സംശയമുണ്ടാകും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫണ്ട് എങ്ങനെ മൊബിലൈസ് ചെയ്യും? നിങ്ങളുടെ തന്നെ കണക്ക് പ്രകാരം 10-15 കോടി വേണം. ഈ പണം എവിടെ നിന്ന് ലഭ്യമാവും? ഇത് എത്ര സമയത്തിനുള്ളിൽ നടപ്പാവും? അപ്പോൾ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ അത് എലക്ഷൻ സ്റ്റണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോൾ എല്ലാത്തിനും ഞങ്ങൾ നെഗറ്റീവ് അപ്രോച്ചിലല്ല കാണുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും സമയമെടുത്തു? ഇനി ഈ 10,000 കോടി എങ്ങനെ സ്വരൂപിക്കാൻ കഴിയും?
ഇപ്പോഴും തന്നെ സഹകരണ സ്ഥാപനങ്ങളോട് സഹായം ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. മറ്റൊന്നും കൊണ്ടല്ല, സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ആ സ്ഥാപനം ആര് ഭരിക്കട്ടെ, സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഇവിടെ പണം നിക്ഷേപിക്കുന്നത് അത്ര ഗുണകരമല്ല എന്നുള്ള ചിന്താഗതി ഉണ്ടാവും. പല സഹകരണ സ്ഥാപനങ്ങളിലും നിക്ഷേപകർ തന്നെ അത് പിൻവലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ വീണ്ടും സർക്കാർ ഇവരോട് പണം ആവശ്യപ്പെടുമ്പോൾ അത് അവർക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല. രണ്ടാമത്, ഈ കേരള വികസനത്തിൻ്റെ ഭാഗമായി ജനങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നൊരു സംവിധാനം, ഞങ്ങൾ ആ സംവിധാനത്തിനോട് എതിർപ്പൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ സർക്കാർ കണക്കെടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ. പക്ഷെ അതും അവസാന കാലത്താണെന്ന് ഓർക്കണം. 10 വർഷം ആണ് അധികാരത്തിലിരിക്കുന്നത്. 5 വർഷത്തെ സർക്കാരല്ല ഇപ്പോൾ, 10 വർഷം ആവുക. ഇത്രയും കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പക്ഷേ ഇവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് വിവരം അതിന് പാർട്ടി പ്രവർത്തകരെ നിയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. പിന്നെ അടുത്ത കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം വന്നു, തിരുവനന്തപുരത്ത് മെട്രോ വരുന്നു. ഇത് ഞാനാണ് നിയമസഭയിൽ 2014 ആണെന്നാണ് ഓർമ്മ, നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. തിരുവനന്തപുരം, കോഴിക്കോട് കോർപ്പറേഷനുകളിലും മെട്രോ വേണം. അന്ന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി ഇത് ലാഭകരമല്ല, അതുകൊണ്ട് ഈ പദ്ധതികൾ തൽക്കാലം മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനന്നൊരു കാര്യം ഊതി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ലാഭമല്ല നോക്കേണ്ടത്, സമയലാഭമാണ് നോക്കേണ്ടത്. ഞാൻ ഒരു എക്സാമ്പിളും പറഞ്ഞു, നിങ്ങൾ സഭാരേഖ നോക്കിയാൽ കാണാം. ഇപ്പോൾ ഡൽഹി കേരള ഹൗസിൽ നിന്ന് കാറിൽ എയർപോർട്ടിലേക്ക് പോയാൽ 1.5 മണിക്കൂർ എടുക്കും. ട്രാഫിക് ബ്ലോക്കാണെങ്കിൽ പല ആൾക്കാർക്കും ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ട്. എന്നാൽ മെട്രോയിൽ പോയാൽ 15 മിനിറ്റ് കൊണ്ട് കേരള ഹൗസിൽ നിന്ന് എയർപോർട്ടിലെത്താം. ഞാൻ സഭയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ അന്ന് നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇപ്പോഴ് പെട്ടെന്നൊരു ദിവസം ഇതാ മെട്രോ വരാൻ പോകും. ഞാൻ പറയുന്നത്, ഇപ്പം തന്നെ ദേശീയപാതയുടെ നിർമ്മാണം എഴഞ്ഞഴഞ്ഞ് നീങ്ങുക. ഇപ്പം നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടത്തേക്ക് എത്ര മണിക്കൂറാണ് ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക്. ദേശീയപാതയുടെ നിർമ്മാണത്തിന് കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ് പല ഭാഗം. ഈ ജോലി ഏറ്റെടുത്ത് പൂർത്തിയാക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. കേന്ദ്രത്തിൻ്റെ ഫണ്ടും വർക്ക് നടത്തേണ്ട സംസ്ഥാനമാണ്. ഇതൊക്കെ പൂർത്തിയാക്കാൻ തന്നെ വലിച്ചഴച്ചു കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു ദിവസം മെട്രോയുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇങ്ങനെയുള്ള പല ഇലക്ഷൻ സ്റ്റണ്ടുകളുമുണ്ട്. ഞങ്ങൾ ഇതിനോടൊന്നും നെഗറ്റീവ് അപ്രോച്ച് അല്ല. ഇപ്പം മെട്രോ വേണ്ടെന്ന് ആരും പറയുന്നില്ല, ഞങ്ങളാണ് ആദ്യം വേണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നാലും ഞങ്ങൾ മെട്രോൻ്റെ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ മുമ്പ് നെഗറ്റീവ് സ്റ്റാൻഡ് എടുത്തവർ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് എടുക്കുകയും എന്നാൽ ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കാതെ ഇഴഞ്ഞഴഞ്ഞ് നീങ്ങുകയും ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കും. അത് ഞങ്ങളുടെ ജോലിയാണ് വിമർശിക്കേണ്ടത്. അല്ലാതെ ഭരണകക്ഷി എന്ന എല്ലാത്തിനോടും കയറി എസ് പറയലല്ല. തെറ്റുകൾ കാണുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഊന്നിക്കൊണ്ട് തന്നെ ഉള്ള പ്രചരണമാണ് ഞങ്ങൾ നടത്തുക. പിന്നെ BJP ആണെങ്കിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയും ആ പാർട്ടിക്കില്ല. ഒന്ന്, പല കാര്യങ്ങളിലും അവർക്ക് LDFനേക്കാൾ
കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. അതിന് അവർ നടത്തുന്ന പ്രചരണം മൂന്നാമതും പിണറായി വന്നാൽ കോൺഗ്രസ് അതോടെ ഇല്ലാതാകും. അപ്പോൾ കേരളത്തിൽ ആദ്യം ഒരു മുഖ്യ പ്രതിപക്ഷമായും ഭരണകക്ഷിയായിട്ടൊക്കെ വരാമെന്നുള്ളൊരു സ്റ്റാൻഡാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ പല കാര്യങ്ങളും കൂട്ടുകെട്ടുണ്ട്. ഈ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തണം എന്നുള്ള ആ സ്ലോഗനുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറയാനുള്ളത്. ഇനി സാഹചര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങൾ മാറുമല്ലോ. എന്നാലും ഇതൊരു ഔട്ട്ലൈൻ ഇതാണ്. മറ്റ് പാർട്ടികൾക്കും ഏതാണ്ട് ഒരു സമ്മർദ്ദത്തിലാവുകയും അവരുടെ പ്രമുഖ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കേണ്ടി വരികയും ചെയ്യും. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു അസംബ്ലി ഇലക്ഷൻ്റെ ഒരു മുന്നിലേക്കാണ് എല്ലാവരും പ്രമുഖ സ്ഥാനാർത്ഥി. നിങ്ങളുടെ ഈ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടിക്ക് മേൽക്കൈ ഉണ്ടാക്കി? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കഴിഞ്ഞ 2 ഇലക്ഷനിലെ പരാജയം ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2010 തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് 41 സീറ്റുണ്ടായി. പിന്നീട് അത് 21 മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP വന്നു. പക്ഷെ അന്ന് ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാട്, ഒരു കാരണവശാലും BJPക്ക് മേൽക്കോയ്മ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു സ്റ്റാൻഡ് ഞങ്ങൾ സ്വീകരിച്ചു. പ്രതിപക്ഷത്ത് അന്ന് BJPക്ക് 35, ഞങ്ങൾക്കന്ന് 21. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് രണ്ടും കൂടിയാൽ തന്നെ ഭരണകക്ഷിയായിട്ടുള്ള LDFനേക്കാൾ അംഗസംഖ്യ കൂടുതൽ. പക്ഷെ അങ്ങനെ അംഗസംഖ്യ കൂടുതൽ വന്ന ഒരു ബഡ്ജറ്റ് വോട്ടിനിടുമ്പോൾ ബഡ്ജറ്റ് പരാജയപ്പെടും. പരാജയപ്പെട്ടാൽ ഞങ്ങൾക്ക് ജയിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഒരു അനിശ്ചിതത്വം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താ, ഭരണകക്ഷി ഒന്നുകിൽ അനുകൂലിക്കുക അല്ലെങ്കിൽ പ്രതികൂലിക്കുക. ഞങ്ങൾ പ്രതികൂലിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും വോട്ടെടുപ്പ് സമയമാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോട് ജനം ചോദിച്ചത് നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടോ? 2 കാര്യങ്ങളാണ് ജനം പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്നു, നിങ്ങളുടെ അത്ര സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അല്ല, നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ മേയർ കാൻഡിഡേറ്റ് ഇല്ല. അതുകൊണ്ട് അത് കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തവണ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ നമുക്കൊരു സ്റ്റാൻഡ് ഇല്ലാതെ പോയപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ നമ്പർ 10 ചുരുങ്ങി. അതുകൊണ്ട് ഈ പോരായ്മകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ മുഖത്തിനെ കോർപ്പറേഷനിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ചെറുപ്പക്കാരനായ തിരുവനന്തപുരം നഗരത്തിലൊക്കെ ഒരുപാട് IT-കാരൊക്കെയുള്ളൊരു സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു മുൻ MLA കൂടിയായിട്ടുള്ള ശ്രീ ശബരിനാഥിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി അങ്ങനെ ചെറുപ്പക്കാർ ഒരു ടീം ഇത്തവണ തയ്യാറാക്കി. അതോടൊപ്പം തന്നെ സീനിയറായിട്ടുള്ള ആൾക്കാരെയും ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല. ഇപ്പോൾ 25 വർഷം തികഞ്ഞ ശ്രീ ജോൺസൺ ജോസഫ്, അതുപോലെ പേട്ട അനിൽകുമാർ, അങ്ങനെയുള്ള സീനിയേഴ്സും ഉണ്ട്. വിദ്യാർത്ഥിയായിട്ടുള്ള വൈഷ്ണ സുരേഷ് ഉൾപ്പെടെ അങ്ങനെ നല്ല ടീമിനെയാണ് ഞങ്ങൾ ഇത്തവണ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ മത്സരം ഞങ്ങളിതിനെ വളരെ ഗൗരവത്തിലെടുക്കും. കാരണം തിരുവനന്തപുരം തലസ്ഥാനം ഒരു ത്രികോണ മത്സരത്തിൻ്റെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ ത്രികോണ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ചുമതല. അതുകൊണ്ടാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് ഇപ്പോൾ ഇന്നത്തോടുകൂടെ മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു. സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ തുടങ്ങി. എല്ലാ വാർഡുകളിലും നടത്തിയ കുടുംബ സംഗമങ്ങൾ തന്നെ പാർട്ടി വളരെ വീക്കാണ് എന്ന് തോന്നിയ വാർഡുകളിൽ പോലും
സാധാരണ ജനങ്ങളെ ആകർഷിക്കാൻ കുടുംബ സംഗമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വോട്ട് ചെയ്യേണ്ട ജനങ്ങളാണ്. അപ്പോൾ ഞങ്ങളൊരു കാര്യമൊക്കെ അന്ന് നിർദ്ദേശം കൊടുത്തത്, കുടുംബ സംഗമങ്ങളിൽ ഒരിക്കലും ഈ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വേദിയാക്കരുത്. നിങ്ങളവിടെ 10 പേരാണ് നമ്മുടെ പാർട്ടിയുടെ അനുഭവമുള്ളവരെങ്കിൽ ആ 10 പേരെ നിങ്ങൾ വിളിച്ചാൽ മതി, ഞങ്ങൾ നോക്കട്ടെ എന്താണ് ഇതിൻ്റെ അവസ്ഥ. പക്ഷേ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നല്ല രീതിയിൽ ആളുകൾ പങ്കെടുത്തു. അത് ആ വാർഡിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പം അങ്ങനെ തന്നെ ആ തുടക്കം തന്നെ ഞങ്ങൾ ഈ എത്രയോ നാളുകൾക്ക് മുമ്പ്, അതായത് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് മുതൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മിഷൻ 2025 എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ്, നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ തവണ ഏതാണ്ട് 1.25 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇലക്ഷൻ റിസൾട്ടുമായിട്ട്. ഞങ്ങൾ അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ യോഗം ചേർന്ന് മിഷൻ 2025 പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ക്യാമ്പുകൾ നടത്തുകയും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. എല്ലാ നിയോജകമണ്ഡലങ്ങളും ഞങ്ങൾ ക്യാമ്പുകൾ നടത്തി. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ ഈ ഇലക്ഷനെ ബാധിക്കില്ല എന്ന് പറയാൻ കാരണം. മാത്രമല്ല, ഓരോ പ്രവർത്തകരും ഇത് അവരുടെ ഇലക്ഷനാണ്, പ്രവർത്തകരുടെ ഇലക്ഷനാണ്. അതുകൊണ്ട് തന്നെ അവർക്കും ഈ കാര്യങ്ങൾ കുറേയൊക്കെ താല്പര്യമുണ്ട്. ഒരിക്കലുമില്ല. നേരത്തെ വാമപ്പ് ചെയ്യുന്ന നന്നായിട്ട് ഓടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വാമപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അത് തന്ത്രങ്ങൾ ഉണ്ടാവുമല്ലോ രാഷ്ട്രീയത്തിൽ. മറുതന്ത്രം പ്രയോഗിക്കുന്ന അറിഞ്ഞുകൊണ്ട് ഒരു തന്ത്രവും പുറത്തെടുക്കാതിരുന്നാൽ പിന്നെ ക്ലച്ച് പിടിക്കും. രണ്ടുപേരും എതിരാളികൾ തന്നെയാണ്. അല്ല, അത് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇലക്ഷൻ്റെ പ്രഖ്യാപനം ഇന്നേ വന്നിട്ടുള്ളൂ. അസംതൃപ്തി ചില ഭാഗങ്ങളുണ്ടാകാം, കാരണം ഇത് അസംബ്ലി ഇലക്ഷനല്ല, ലോക്കൽ ബോഡി ഇലക്ഷനാണ് എന്ന് വിചാരിച്ച് പരമാവധി അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നവരെയൊക്കെ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചിലരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇവിടെ കഴിഞ്ഞില്ലെങ്കിലും ആ കുറവ് മറ്റിടങ്ങൾ ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസ്സിന് ഇപ്പോൾ നഗരസഭയിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പഞ്ചായത്തുകൾ വരുമ്പോൾ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കണം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതാ? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇലക്ഷൻ്റെ വിഡ്രോവൽ 21 നവംബർ 21 പിൻവലിക്കാനുള്ള അവസാന തീയതി. അതിന് മുമ്പ് എല്ലാ പ്രശ്നവും ഞങ്ങൾ പരിഹരിക്കും. അല്ല, കഴിഞ്ഞ തവണ ഒന്ന് കോവിഡിൻ്റെ ഒരു നീരാളിപ്പിടുത്തുണ്ടായിരുന്നു. കഴിഞ്ഞ അസംബ്ലിയും ലോക്കൽ ബോഡിയത്. അതുകൊണ്ട് തന്നെ ഒരു കാടിളക്കി പ്രചരണം നടത്താൻ കഴിഞ്ഞില്ല. അധികാരം കൈകൊള്ളുകൊണ്ട് സർക്കാരിന് കുറേയൊക്കെ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞു. ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ ഒരിക്കലും കൊടുക്കരുതെന്ന് പറയാൻ പാടില്ല. പക്ഷെ ആനുകൂല്യങ്ങൾ കൊടുത്തപ്പോൾ അതിനെ അവർ ഒരു രാഷ്ട്രീയ ലൈനാക്കി മാറ്റി. അതാണ് പാളിച്ച പറ്റിയത്. അല്ലാതെ മറ്റ് അസ്വാരസ്യങ്ങൾ കൊണ്ടല്ല ഒരു പരാജയം ഉണ്ടായത്. വലിയശാലയിൽ ഇപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി, അതായത് സംവരണ വാർഡ്, ജനറൽ വാർഡിൽ സംവരണ സ്ഥാനാർത്ഥി തർക്കമുണ്ട്. അങ്ങനെ പലയിടത്തും തർക്കമാണ്. പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ഞാൻ പറയുന്നത്, എലക്ഷൻ തീയതി ഇന്ന് പ്രഖ്യാപിച്ചിട്ടില്ല, അപ്പോഴേക്കും അതിനെ റിവൽ വരുന്നത് എങ്ങനെയാണ്? നോമിനേഷൻ കൊടുക്കുമ്പോഴല്ലേ റിവലുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റൂ. പുഞ്ചക്കരിയിലെ കോൺഗ്രസ് പാർട്ടി RSPക്ക് വിട്ടുകൊടുത്ത സീറ്റാണ്. ആ സീറ്റിൽ ആരതിനെതിരായിട്ട് നിന്നാലും അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും. പക്ഷേ ഞങ്ങൾ ആദ്യം തന്നെ അച്ചടക്ക നടപടിയല്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സഹകരിപ്പിക്കാനാണ് ആദ്യം ശ്രമിക്കുക. അങ്ങനെ റിബലായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അല്ലാതെ ആദ്യം തന്നെ അച്ചടക്കം നടപടി എടുത്ത് പുറത്താക്കലല്ല. നിങ്ങൾ പറഞ്ഞ പുഞ്ചക്കരി സീറ്റ് RSPക്ക് വിട്ടുകൊടുത്താണ്.
RSP വളരെ നല്ല രീതിയിൽ തന്നെ അവർ ഒരു UDFിൻ്റെ സ്പിരിറ്റ് അവർ കാണിച്ചു. അവർ 5 സീറ്റ് അവർക്ക് ഞങ്ങൾ വിട്ടുകൊടുത്തപ്പോൾ ഒരു സീറ്റ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിജയസാധ്യതയില്ല, അതുകൊണ്ട് ആ സീറ്റ് അവർ കോൺഗ്രസിനെ ഏൽപ്പിച്ചു, ആറ്റിപ്പുറ സീറ്റ്. അങ്ങനെ ഒറ്റ ഡിമാൻഡേ അവർ പറഞ്ഞിട്ടുള്ളൂ, അടുത്ത തവണ 5 സിറ്റിംഗ് സീറ്റ് ഉണ്ട് എന്നുള്ള ഞങ്ങളുടെ അവകാശം സ്ഥാപിക്കണം. ഞങ്ങൾ പറഞ്ഞു ശരി, സന്തോഷം. അതായത് RSP ഞങ്ങൾ 5 സീറ്റ് കൊടുത്തു, ഒരു സീറ്റ് അവർ പറഞ്ഞു കോൺഗ്രസ് മത്സരിച്ചാലാണ് അവിടെ നല്ല ഫൈറ്റ് കാഴ്ചവെച്ച് ജയിക്കാൻ കഴിയുക. അങ്ങനെ ആറ്റിപ്പുറ സീറ്റ് അവർ തന്നിട്ട് പകരം സീറ്റ് കൊടുക്കാൻ പറ്റിയ സീറ്റില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അത് മനസ്സിലാവും, പക്ഷേ ഞങ്ങൾ സിറ്റിംഗ് സീറ്റ് 5 എന്നുള്ള ഫോർമുല അംഗീകരിക്കണം. അത് അംഗീകരിച്ചു. അല്ലാതെ ഞങ്ങൾ പറയുക കാര്യങ്ങൾ ഇപ്പോൾ ലൈസൺ കമ്മിറ്റി കൂടുമല്ലോ. ഞങ്ങളിപ്പോൾ ഈ പ്രഖ്യാപനം കഴിഞ്ഞു, സീറ്റ് ചർച്ചകളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് UDFിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്ന് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞ അസംബ്ലി ആണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. പക്ഷേ ലോക്കൽ ബോഡി ആകുമ്പോൾ ഓരോ പഞ്ചായത്തിലും ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. പക്ഷേ അത് UDFിൻ്റെ പൊതു സ്വഭാവത്തിനെതിരാണെങ്കിൽ സ്റ്റേറ്റ് നേതാക്കന്മാർ ഇരുന്ന് അതിന് പരിഹാരം ഉണ്ടാക്കും. ഈ രണ്ടുപേരും അങ്ങയുടെ പിതാവിന്റെ സന്തത സഹചാരികളായിരുന്നു. ഒന്ന് തമ്പാനൂർ സതീഷ്, ഒന്ന് മഹേശ്വരൻ നായർ. എല്ലാവരും സഹചാരികൾ തന്നെ. ഇവരെല്ലാം BJPയുടെ പ്രധാനപ്പെട്ട കാൻഡിഡേറ്റുകളാണ്. അത് വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ പോയില്ലേ, പിന്നെ അതിന് മേലെ ഉണ്ടോ സന്തോഷമായി. യഥാർത്ഥത്തിൽ മുകളിലാണോ ഐക്യം, അത് താഴെ ഭയങ്കര ഐക്യത്തിന്റെ ഒരു ഇതാണോ യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വളരെ ഗുണം ചെയ്യുന്നത്? അതല്ല, ഞങ്ങൾ അതിൽ ഇത്തവണ കൊടുത്തൊരു നിർദ്ദേശം വാർഡ് തലത്തിൽ തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെ വാർഡ് തലത്തിൽ ഐകകണ്ഠ്യേന തീരുമാനിച്ചവരെ ഞങ്ങൾ അപ്രൂവ് ചെയ്തു, മറ്റൊന്നും നോക്കിയില്ല. തർക്കം വന്നത് മാത്രം മേൽ കമ്മിറ്റി, അത് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് നിയോജകമണ്ഡലം കമ്മിറ്റിയിൽ തർക്കം തീർക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അധികം തർക്കങ്ങൾ ജില്ലയിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതാണ് സത്യത്തിൽ അങ്ങനൊരു നിർദ്ദേശം. ആ നിർദ്ദേശത്തിൻ്റെ ഫലമായിട്ടാണ് വലിയ കുഴപ്പം കൂടാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയും. കോവളത്തെ സ്ഥല MLA-ക്കെതിരെ വലിയ പ്രതിഷേധം, അതായത് പോത്ത് വാർഡ്, വിഴിഞ്ഞം വാർഡ്, അവിടെ റിബൽ സ്ഥാനാർത്ഥി വന്നു. അവിടെ റിബൽ സ്ഥാനാർത്ഥി വരുന്നില്ലല്ലോ, കാരണം നോമിനേഷൻ ആയിട്ടില്ലല്ലോ. ഇന്ന് പ്രഖ്യാപനം വന്നിട്ടല്ലേ ഉള്ളൂ. APCC ഒരു മാനദണ്ഡം പറഞ്ഞിരുന്നു. ആ മാനദണ്ഡം അനുസരിച്ച് ഈ വാർഡ് കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികൾക്കും മണ്ഡലം കമ്മിറ്റികളും വയ്ക്കുന്ന നിർദ്ദേശങ്ങളിൽ തർക്കമുണ്ടായാൽ മാത്രം കോർ കമ്മിറ്റി ഇടപെട്ട് പരിഹരിക്കുമെന്നാണ് അങ്ങടക്കം പറഞ്ഞത്. പക്ഷേ കോർ കമ്മിറ്റി നിർദ്ദേശിച്ച പേരുകളില്ലാത്ത പലരെയും സ്ഥാനാർത്ഥികളായി കെട്ടിയിറക്കിയെന്നാണ് വിഴിഞ്ഞത്തെയും പോർട്ടിലെയും ഒക്കെയുള്ള പരാതി, ഹാർബർ വാർഡിലൊക്കെയുള്ള പരാതി. അത് സ്ഥല MLA-ക്കെതിരെ വലിയ ദോഷം അവിടെയുണ്ട്. അങ്ങനെ പരാതി അല്ല, ചിലയിടങ്ങളിൽ ഞാൻ പറയാം, ഇപ്പോൾ ശ്രീ ശബരിനാഥ് മത്സരിക്കണം എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചു. എൻ്റെ വാർഡാണ് കവടിയാർ വാർഡ്. ഇവിടെ നേരത്തെ ഒരു സ്ഥാനാർത്ഥിയെ പൊതുവായിട്ട് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ നിർദ്ദേശം വന്നപ്പോൾ, കാരണം ശബരിനാഥൻ്റെ വോട്ട് ശാസ്ത്രമംഗലത്താണ്, വനിതാ വാർഡാണ്. അപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റുന്ന തൊട്ടടുത്ത കവടിയാർ വാർഡാണ്. അപ്പം ഞാൻ തന്നെ എല്ലാവരും യോഗം വിളിച്ച് അവരെ കൂടെ സമ്മതിപ്പിച്ച് എല്ലാവരും കൂടെ ആഘോഷത്തോടെ ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു. ലോക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് ഈ നോമിനേഷന് മുമ്പ് തന്നെ പരിഹരിക്കും. അല്ല, അതൊക്കെ രാഷ്ട്രീയത്തിൽ ഇതിലും വലിയ കിരീടം, മുൾക്കിരീടം ചൂടിയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു സാധാ കിരീടം മാത്രം. ഇല്ലല്ല, അദ്ദേഹം നന്നായിട്ട് ഇപ്പോൾ കൂടെ ഉണ്ടല്ലോ, ഇന്നും ഉണ്ടായിരുന്നല്ലോ കമ്മിറ്റിയിൽ. അദ്ദേഹം തന്നെയാണ് കോർ കമ്മിറ്റി ചെയർമാൻ. എന്താ ഇന്നൊന്നും പറഞ്ഞിട്ടില്ല, അത് മിഞ്ഞാന്ന് എന്തോ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നല്ലേ പറഞ്ഞു, അത് നല്ല കാര്യമല്ലേ. ഇന്നും ഉണ്ടല്ലോ അദ്ദേഹം ഞങ്ങളുടെ കമ്മിറ്റി, ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്ന കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു. അതായത് അനുയോജ്യമായിട്ട് ഞാൻ പറയാം, വയനാട്ടിൽ വീട് വയ്ക്കാനുള്ള
സാമ്പത്തികമൊക്കെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ട്. പക്ഷേ അവിടുത്തെ ഒരു പ്രയാസം എന്ന് പറയുന്നത് അവിടെ സ്ഥലം കിട്ടാൻ വലിയ പ്രയാസം. ഒന്ന്, പല സ്ഥലവും പരിസ്ഥിതി ലോല പ്രദേശമാണ്. ഒരു സ്ഥലത്ത് എന്ന് വീടിന് സ്ഥലം കാണുമ്പോൾ അവിടെ മറ്റേ ഇതാണ് മറ്റേ പരിസ്ഥിതി ലോല പ്രദേശമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതി. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കാര്യം സർക്കാരിനോട് പറഞ്ഞത്, നിങ്ങൾ സ്ഥലം ചൂണ്ടിക്കാണിച്ചു തന്നാൽ സ്ഥലത്തിൻ്റെ കാശ് ഞങ്ങൾ കൊടുക്കാം, വീട് വയ്ക്കാനുള്ള കാശ് ഞങ്ങൾ കൊടുക്കാം. പക്ഷേ ഒരു അനുയോജ്യമായിട്ടുള്ള സ്ഥലം പോലും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ തയ്യാറായില്ല. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഓരോരുത്തരും ഓരോ തടസ്സമാണ്. അതല്ലാതെ വീട് വയ്ക്കുന്നതിന് യാതൊരു അലംഭാവമുണ്ട്. വെക്കുക സർക്കാർ തന്നെ ഇപ്പോൾ എത്രയും നീട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ വയനാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാനവിടെ MP ആയിരുന്ന ആളാണ് 10-13 വർഷക്കാലം. പിന്നെ ഈ മരം മുറിക്കുന്ന വിദ്വാന്മാർക്കൊക്കെ നല്ലതാണ്, അവർക്ക് ഈ നിയമമൊന്നും ബാധകമല്ല. സർക്കാരുമായിട്ട് ജോയിൻ്റ് ആയിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സർക്കാരിൻ്റെ ഭൂമിയാണെങ്കിൽ സർക്കാരിൻ്റെ വില അനുസരിച്ച് ഞങ്ങൾ കൊടുക്കാം. ലീഗിൻ്റെ തന്നെ ഒരുപാട് തർക്കങ്ങൾ പറഞ്ഞു. ഏതാ അത് ഞങ്ങളെല്ലാവരും അതിൻ്റെ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 4 സ്ഥലം ചൂണ്ടിക്കാണിച്ച് തന്നാൽ സ്ഥലം വാങ്ങിച്ച് ഞങ്ങൾ വീട് വയ്ക്കാം. അത് KBCയുടെ കയ്യിൽ അതിൻ്റെ കണക്കുണ്ട്. പ്രസിഡന്റിനോട് ചോദിച്ചാൽ കണക്ക് വരും. ഏതാ ഒരു കാര്യം അത് നേരത്തെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഒരു പഴയ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത്, പഴയ സമയത്ത് ലീഡർ കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് DYFI അന്ന് സമാഹരിച്ച ഫണ്ട് മുഴുവൻ അന്നത്തെ മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു എന്ന് പറഞ്ഞൊരു സംഭവം ചരിത്രമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത്തരമൊരു മാതൃക ഇന്ന് എന്തുകൊണ്ട് കോൺഗ്രസിന് സ്വീകരിക്കാൻ തിരിച്ചു പറ്റുന്നില്ല? അത് മുമ്പ് തന്ന പല ഫണ്ടുകളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. 2 പ്രളയകാലത്ത്, ആദ്യത്തെ പ്രളയകാലത്തൊക്കെ ഞങ്ങളൊക്കെ, അന്ന് ഞാൻ MLA, അന്ന് അടിസ്ഥാന ശമ്പളമല്ല ടോട്ടലായിട്ട് കിട്ടുന്ന കാശ് മുഴുവൻ ഏൽപ്പിക്കണം എന്നാണ് അന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയത്. പക്ഷെ അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ തർക്കങ്ങളുണ്ടായി. ആ അനുഭവം കൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തോളാന്ന് പറഞ്ഞു. അത് ഞങ്ങൾ തയ്യാറുമാണ്. ഇല്ലെങ്കിൽ ഒരുമിച്ച് വീട് വയ്ക്കാൻ പറ്റില്ല എന്ന് മാത്രം. ഓരോ സ്ഥലത്താവും. പക്ഷെ അങ്ങനെ വീട് വെച്ചാൽ എല്ലാവരും അങ്ങനെ പോകാൻ തയ്യാറാവും. ഉണ്ടൊക്കെ ചുവരന്മാരെ പ്രദേശത്തുള്ളവരോട് മാനന്തവാടി, ഞാൻ പറയാം, മാനന്തവാടി പോയിട്ട് താമസിക്കണം എന്ന് നിലവിൽ വരും. നമ്മൾ വെറുതെ വീട് വെച്ചാൽ കാര്യമുണ്ടോ? അവിടുത്തെ ആൾക്കാരെ സൗകര്യം നോക്കണ്ടേ? ചൂരൽമലയിൽ നിന്ന് എത്ര ദൂരം പോകണം മാനന്തവാടിക്ക്? അതിന് വീട് വെച്ച് കൊടുക്കാൻ തയ്യാറാണ് സർക്കാർ. സ്ഥലം ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതി. ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചാൽ, സർക്കാരിൻ്റെ സ്ഥലം ചൂണ്ടിക്കാണിച്ചാൽ അത് ചെയ്യണമല്ലോ. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കണ്ടേ? അത് സർക്കാരിൻ്റെ ജോലിയല്ലേ. ഇന്ന സ്ഥലമുണ്ട്, ഞങ്ങൾ ഇത്ര വീട് വെച്ച് കൊടുക്കുക. ഞാൻ മറ്റ് ജില്ല പോലെയല്ല വയനാട് ജില്ല. നിങ്ങൾ ആദ്യം പറഞ്ഞ മനസ്സിലായി. നിങ്ങൾക്കും അറിയാം, അറിയാണ്ടൊന്നുമല്ല ചോദിക്കുന്ന. എൻ്റെ ഉദ്ദേശം മനസ്സിലായി. അറിയാണ്ടൊന്നുമല്ല. പക്ഷേ വയനാടിനെ സംബന്ധിച്ച് വയനാട്, ഇടുക്കി എന്നൊക്കെ പറഞ്ഞാൽ പലതും പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു എന്താ പറയണ്ടത്, ഇത്രയും ഒരു 100 വീട് വയ്ക്കാനുള്ള അനുയോജ്യമായിട്ടുള്ള സ്ഥലത്തിൻ്റെ പ്രയാസം. ആ ഭൂമി ഉണ്ടെങ്കിൽ സർക്കാർ സൗജന്യമായിട്ട് തരണ്ട. സർക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ആ ഭൂമി ഏറ്റെടുത്ത് വീട് വയ്ക്കാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ യോഗത്തിൽ, അത് പ്രതിപക്ഷ നേതാവ് കൂടി അംഗമാണ്, അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇങ്ങനെ നിലപാട് സ്വീകരിച്ചത്. ഞാൻ പറയാം, സർക്കാർ ഇത്രയും നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ കുറേ സ്ഥലം കണ്ടുപിടിച്ച് തരുന്നില്ല? അങ്ങനെ ഒരു കോൺഗ്രസ് ആദ്യം ഈ ഫണ്ട് പിരിക്കും, വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞ സമയത്ത് അത്തരം ഒരു ഞാൻ വീട് നിർമ്മിക്കാനുള്ള ഫണ്ട് ഞങ്ങൾ സ്വരൂപിച്ച് കൊടുക്കാം. പക്ഷേ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ച് തന്നാൽ മതി. നിങ്ങളിപ്പോൾ ആ സ്ഥലം ചൂണ്ടിക്കാണിച്ച് തന്നാൽ കാശ്, സ്ഥലം സൗജന്യമായിട്ട് തരണ്ട. സർക്കാർ നിശ്ചയിക്കുന്ന ആ പണം കൊടുത്ത് ഞങ്ങൾ
ആ സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കാം. ഫണ്ട് സമാഹരണത്തിന്റെ സമയത്ത് കോൺഗ്രസ് അത്തരമൊരു നിബന്ധന അല്ല, ഫണ്ടിൻ്റെ നിങ്ങൾ പേടിക്കണ്ട. സ്ഥലം കിട്ടിയാൽ വീട് വയ്ക്കാനുള്ള കാശുണ്ട്. വീട് വയ്ക്കാനുള്ള കാശൊക്കെ ഉണ്ടാക്കാൻ കോൺഗ്രസിനുള്ള കഴിവുണ്ട്. ഞങ്ങൾ അത്ര മോശക്കാരാക്കണ്ട. ഞങ്ങൾ 10 വർഷം 10 വർഷം തീരുന്നു എന്ന് വിചാരിച്ചിട്ട് വീട് വയ്ക്കാനുള്ള കാശിൻ്റെ ക്ഷാമൊന്നും ഞങ്ങൾക്കില്ല. മുമ്പ് 1000 വീട് പറഞ്ഞു, അച്ഛൻ 500 വീടാക്കി. 500 വീട് വെച്ചു കൊടുക്കാൻ കഴിയില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും പറയുന്ന വാഗ്ദാനങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു മുന്നണി എങ്ങനെ ജനങ്ങൾ വിശ്വസിച്ച് അധികാരത്തിൽ കൊണ്ടുവരും? ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ട്. കാരണം വിശ്വസിച്ച് ഏൽപ്പിച്ചവരൊക്കെ കാട്ടുകള്ളന്മാരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ സർക്കാർ ഭൂമി തരണ്ട, സൗജന്യമായിട്ട് തരണ്ട. ഇന്ന സ്ഥലം അനുയോജ്യമാണ് എന്ന് പറഞ്ഞാൽ ഇല്ല, ഞങ്ങൾ തീരെ നിവർത്തിയില്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ വീട് വയ്ക്കും. പക്ഷേ പറഞ്ഞ ഒറ്റ അടിക്ക് ഒരേ ഇതിൽ സ്പോട്ടിൽ കിട്ടില്ല എന്ന് മാത്രം. ഒരു വീട് മാനന്തവാടി ആണെങ്കിൽ വേറെ വീട് ബത്തേരി ആയി പോവും. അത്രയേ ഉള്ളൂ. ഇങ്ങനെ സങ്കീർണമായ വിഷയമുണ്ട് എന്ന് താങ്കൾക്ക് തന്നെ അറിയാം. അവിടെ MP ആയിരുന്നു എന്ന് അറിയാം. പിന്നെ എങ്ങനെയാണ് അവിടെ ഇത്രയും വീട് നിർമ്മിച്ച് ഒരുമിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം നേരത്തെ നടത്താൻ വേണ്ടി വി ആർ റെഡി ടു ബിൽഡ് ദ ഹൗസസ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസൊക്കെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പ് അതൊക്കെ വരും. പിന്നെ തീർച്ചയായിട്ടും സംസ്ഥാനത്ത് തന്നെ കൊള്ള നടക്കുമ്പോൾ കോർപ്പറേഷനിലെ ഇനിയും വീണ്ടും വന്നാലത്തെ കൊള്ള എന്തായിരിക്കും അതൊക്കെ പറയും. തീർച്ചയായിട്ടും അത് ലീഗ് തിരിയാനേ പറയാം. അങ്ങയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള കേരളത്തിന്റെ MP ആയിട്ടുള്ള തിരുവനന്തപുരത്തെ MP തരൂർ ഇന്ന് അദ്വാനിയാണ് പുകഴ്ത്തിയിട്ടുള്ളത്. നേരത്തെ സ്ഥിരമായിട്ട് മോദിയെ പുകഴ്ത്തുന്നു, AICC നേതൃത്വത്തെയും നെഹ്റു ഫാമിലിയെ വിമർശിക്കുന്നു, ദേശീയ പത്രങ്ങളിൽ ലേഖനം എഴുതുന്നു. ഇപ്പോഴും അദ്ദേഹം AICC വർക്കിംഗ് കമ്മിറ്റി അംഗമായി തുടരുകയാണ്. അത് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. അത് നമ്മുടെ ലെവലിൽ നിൽക്കുന്നതല്ല. രക്തസാക്ഷിയാകാൻ വേണ്ടി നിൽക്കണം. ഏതാ രക്തസാക്ഷിയാകാൻ വേണ്ടി നിൽക്കണം. എന്ത് രക്തസാക്ഷി? മറ്റേ പാർട്ടി പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും പുറത്താകുക. അതിനെന്ത് രക്തസാക്ഷി? തരൂർ ചെയ്ത് ശരിയാണെന്ന് അഭിപ്രായമുണ്ട്. അദ്ദേഹം ചെയ്ത അധിക കാര്യങ്ങളൊന്നും ഈ അടുത്ത കാലത്ത് ചെയ്യുന്നൊന്നും ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ തീരുമാനം എടുക്കേണ്ട ഞാനല്ല. കുട്ടികൾക്ക് ഗുണനത്തി പട്ടിക പഠിപ്പിക്കേണ്ട സമയത്ത് ഗണഗീതമാണ് അത് തികച്ചും തെറ്റാണ്. കാരണം ഒരു പൊതു ചടങ്ങിലൊരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. വന്ദേഭാരതിൽ യാത്ര ചെയ്യുന്ന എല്ലാ മതക്കാരുമാണ്. വിശ്വാസമുള്ളവരുണ്ടാവാം, വിശ്വാസമില്ലാത്തവരുണ്ടാവാം. അങ്ങനെ സന്ദർഭത്തിൽ സ്വന്തം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. അതിൻ്റെ പേരിൽ സർക്കാർ സ്വീകരിക്കുന്ന ഏത് നിലപാടും ഞങ്ങൾ അംഗീകരിക്കും. ഈ അടുത്ത ഇത് കഴിഞ്ഞതോടെ നിയമസഭാ തലത്തിലൂടെ കിടക്കുകയാണ്. താങ്കൾ വീണ്ടും മത്സരങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഈ നിലവിൽ 10 സീറ്റാണ് UDF. കേവല ഭൂരിപക്ഷത്തിൽ എത്താൻ എന്ത് മായാജാലമാണ് UDF? അല്ല, മുമ്പ് ഞങ്ങൾ ജയിച്ചിട്ടുള്ള പല സീറ്റുകളും പിന്നീട് കൈവിട്ടൊക്കെ തിരിച്ചു പിടിക്കണം. അത് തന്നെ മായാജാലം. പോയതൊക്കെ തിരിച്ചു പിടിക്കുക. പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചാൽ അത് ചെയ്യുക. നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുക. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ. ഇത് കർമ്മഫലം തരേണ്ട ജനങ്ങളല്ലോ. അത്രയേ ഉള്ളൂ. ഇനി തിരുവനന്തപുരത്തിൽ പോക്കില്ല അങ്ങോട്ട്. എന്നെ ഇവിടുന്ന് ഓടിക്കാനാണോ വരുന്നത്? ശരി, എന്നാൽ താങ്ക് യു വെരി മച്ച്.